ആരാ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് വേണ്ടി ഞങ്ങളൊരു സെയിൽസ് ക്യാമ്പയിൻ നടത്തുകയാണ്. അകത്തേക്ക് വരാമോ? ഓഹോ, നിക്കൂ, ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം. അകത്തേക്ക് വരൂ. അനാഥ മന്ദിരത്തിൽ ഉണ്ടാക്കിയ സോപ്പ് പൗഡറാണ്. ഇന്നുള്ള ഏത് സോപ്പിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബക്കറ്റ് വേണം. എന്താ? ഒരു ബക്കറ്റ്, കുറച്ച് വെള്ളം. ഓ, ഇതാ. ഒരു തുണി വേണം. ആ, അത് മതി. അയ്യോ, അത് വേണ്ട, ഞാൻ വേറെ തരാം. ഇങ്ങനെ 5 മിനിറ്റ് വെച്ചേക്കണം. നടക്കുമ്പോ കാലിന് വേദനയുണ്ടോ? അഞ്ച് മിനിറ്റ് ആയി. ഇതാ നോക്കി, എന്തൊരു വെണ്ണ, അഴുക്കെല്ലാം പോയി. ഇത് ഞാൻ അലക്കി വെച്ച തുണിയാ. എന്നാ ഞാൻ പോട്ടെ. പരൽ മീനിന്റെ കണ്ണുകൾ, തക്കാളിപ്പഴ കവിളുകൾ, തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, താമര വള്ളി പോലുള്ള കഴുത്ത്, ചെങ്കതളിക്കുടം കളഞ്ഞല്ലോ. അമ്മവരോട് ഞാൻ എങ്ങനെ പറയും? എനിക്ക് വർണ്ണിക്കാൻ വയ്യ. വർണ്ണിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ അവളൊരു കലക്കൻ ചരക്ക. കൂടുതലൊന്നും പറയണ്ട. അവള് കോളേജ് വിട്ട് വരാൻ സമയമായി. ഏതായാലും കാണാൻ പോവല്ലേ. നിങ്ങളുടെ സെലക്ഷൻ മോശമാവാൻ വഴിയില്ല. എവിടെ? ഏത്? എന്താന്ന് മിണ്ടാത്തത്? വളയ്ക്കാവോ? വളയ്ക്കണ്ട, ഒടിക്കാം. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പരൽമീനിന്റെ കണ്ണു പോലും ചത്ത മീനായിരിക്കും. ഒട്ടിയ കവിളും കോണിയ ചിറിയും. നിനക്കൊക്കെ ഒരു സൗന്ദര്യബോധമുണ്ടോ? എന്തൊക്കെയായാലും എനിക്കിത് മതി. എനിക്കും ഇത് മതി. എനിക്കും. അമ്മാവന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് സൗന്ദര്യം കാണുന്നത് വല്ല തൈക്കളവികളിലും ആയിരിക്കും. ഞങ്ങൾക്കത് പറ്റില്ല കേട്ടോ. മലയാളത്തിൽ പറയണേ ഒരു സാഹിബ്. സൗന്ദര്യത്തിന്റെ കാര്യം പോട്ടെ, അവളെ കാണുന്നതേ ഒരു അവലക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും ചേരൂല. അതുകൊണ്ടാ. അത് ഞങ്ങൾ സഹിച്ചോളാം.
സത്യം പറയണം, ഞങ്ങളെ വെട്ടിയിട്ട് അമ്മാവൻ സ്വന്തമായിട്ടൊരു ലൈൻ ഇടാനുള്ള പരിപാടിയല്ലേ? എന്നാലേ വിവരം അറിയും. അവള് ഞങ്ങളുടെ പെണ്ണ. അവളാര് പാഞ്ചാലിയോ? എല്ലാത്തിനും ഒന്നിച്ച് കെട്ടി തൂക്കിട്ട് നടക്കാൻ. അതെന്റെ ഭാഗ്യം പോലിരിക്കും. അല്ല, നമ്മുടെ ഭാഗ്യം പോലിരിക്കും. ആ കിട്ടുന്നവന് ബാക്കി രണ്ടുപേരും വഴിമാറി. ഡാ 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 ഡാ. നിങ്ങളൊക്കെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടികളാ. അവളെ കണ്ടിട്ട് ഒരു തറവാട്ടി പറഞ്ഞ ലക്ഷണമില്ല. തറവാട് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം അത് കൊടുക്കാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ കൂടെ കൂടുന്ന പെൺകുട്ടിക്ക് നല്ല ജീവിതവും. ഊരാണമ്മ, ഊരാണ് കേട്ടാ. ചുമ്മാ ഇരുന്ന് ഞങ്ങൾക്ക് ആശയം നിന്നിട്ട് ഞങ്ങൾക്ക് അതിനുള്ള വഴി പറഞ്ഞു തരാതെ വലിയുള്ള ഭാവമാണെങ്കിൽ അത് വാ. അല്ല, ചുമ്മാ ഊരാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരൂ. അവളുടെ ജാതി എന്താണെന്ന് അറിയാമോ? ഇല്ല. മതം എന്താണെന്ന് അറിയാമോ? പ്രശ്നമല്ല. ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ? കണക്കാക്കുന്നില്ല. പോട്ടെ, അവളുടെ തന്ത ആരാണെന്ന് അറിയാമോ? ഹ, ഏത് കഴിവറയുടെ മോനെ, ഞങ്ങൾക്കെന്താ? അപ്പോ അയാൾ വല്ല പട്ടാളക്കാരനാണെങ്കിലോ? പട്ടാളമല്ല, ഇനി ഏത് കോപ്പാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല. വേണ്ടി വന്നാൽ ഇരുട്ടുവാക്കിന് 4 പെരുമാറുകയും ചെയ്യും. നീ പെരുമാറും. വേണ്ടി വന്നാൽ ആഹാ. ആ, ഏ? ആ, ഏ? ആ. ഒന്ന് പെരുമാറടാ, പെരുമാറടാ. നീ എന്നെ പെരുമാറടാ. അതിന് അമ്മാവന്റെ ചൂടാവണത്. അമ്മാവല്ലേ പറഞ്ഞു ഒരു പെണ്ണെ കാണിച്ചാൽ ഒരിക്കൽ കൈ തരാമെന്ന്. എന്നിട്ടിപ്പോ കാല് മറന്നോ? നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നുന്നില്ല അത് നിങ്ങളുടെ മോളാണെന്ന്. അതെടാ, എന്റെ മോളാ. കാര്യമായിട്ട് പറഞ്ഞു. കാര്യമായിട്ട് തന്നെ. അപ്പോ കേസ് കെട്ട് അങ്ങനെയാണല്ലേ? വഴിയെ പോകുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഇപ്പൊ സ്വന്തം ദേഹത്ത് കൊണ്ടപ്പോ വേദന ഉണ്ടല്ലേ? ആ, കുറച്ച് വേദനയുണ്ട്. എന്നാലേ ഞങ്ങൾക്കൊട്ടുമില്ല. ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. ഐ ലൈക്ക്. ഞങ്ങൾ മുന്നോട്ട് തന്നെ. ദേ പിള്ളാരെ, കാര്യമായിട്ട് പറയുക, കളിക്കരുത്. കളിയല്ല, കാര്യം. വേണ്ടി വന്ന വീട്ടിനകത്തൊരു കാര്യം ഒന്ന് പെരുമാറും. എന്നാ വാടാ പെരുമാറാൻ. ഫലം വാസുവാന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ അളിയന എടുത്ത് സൂപ്പായി കളയും 3 ഫലി കയറ്റും. എന്റെ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം മാത്രമല്ല, കയ്യും കാലം മുഖമൊക്കെ നഷ്ടപ്പെടാൻ പോവാ. വരട്ടല്ലേ, വരട്ടല്ലേ. എന്താണ് തട്ടിയാല്? വരുംകാലം മരുവാനാണ് ഞാൻ. എന്റെ മരുമനോ തീർന്നു. ഇനി ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് ഫൈനലാണ്. എവിടെ വെച്ചാ കളി? ഇവിടെ വെച്ച് തന്നെ. ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്താനും മാത്രമുള്ള കോർട്ടില്ലല്ലോടോ. ഇന്ന് പന്തുരുളുന്ന കോർട്ടിലല്ല, ഇവിടെ വല്ലവന്റെ നെഞ്ചത്തായിരിക്കും. ആ അപ്പച്ചി എവിടെ? ആ, അപ്പുറത്തെങ്ങാനും കാണും. നിങ്ങൾ ഒരുമാതിരി റഫറി കളിക്കരുത്. മിഡ്ഫീൽഡിൽ നിന്നും പന്ത് എങ്ങോട്ടാ ക്രോസ് ചെയ്യേണ്ടത് എനിക്കറിയാം. നീ എന്നെ ഒഴിച്ച് വേറെ ആരെ വേണം ക്രോസ് ചെയ്തു? പിന്നെ പണ്ടെങ്ങാണ്ടൊരു തൊക്കട ടീമിൽ ഗോളിയായിരുന്നു പറഞ്ഞ് വെറുതെ ആളെ വെട്ടാ കൃഷ്ണദാസ. ബ്ലാക്ക് ചാലഞ്ചേഴ്സ് ടീമിനെ അപമാനിക്കരുത്. ട്രാക്ക് നന്നാക്കാൻ കൊടുത്തല്ലോ. ഓ തൊലച്ചു. ക്ലോക്കിനല്ല, ഇവിടുത്തെ ആൾക്കാരുടെ തലയ്ക്കാണ് അസുഖം. കേട്ടോ, അവൻ പറഞ്ഞ കേട്ടോ, നിന്റെ തലയ്ക്ക് അസുഖമാണെന്ന്. ആ അപ്പച്ചി, എന്റെ മിനുവിന്റെ കല്യാണം ഒന്നാണ്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എടാ, ഞണ്ടും കൊഞ്ചൊന്നും ഞാൻ കൂട്ടൂല. ഇല്ലേ മോളെ? ഇന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മേലാൽ ഞാൻ ഈ പടി കയറത്തില്ല. തീരുമാനം എടുത്തു. എന്താണ് ആ തീരുമാനം? ഇത് നടപ്പില്ല, എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഉറപ്പാണോ? ആണോ? ഇത് അവസാനത്തെ തീരുമാനമാണോ? അല്ല, അവസാന തീരുമാനം പറയാം. ഇത് നടപ്പില്ല, എന്റെ ജീവൻ ഒടുങ്ങുന്നത് വരെ. ഓ, അതെന്നാണാവോ? നിന്റെ 16 അടിയന്തരത്തിന്റെ അന്ന്. ഓ, ഇനി ഞാൻ ഈ പടി കയറുന്ന പ്രശ്നമേ ഇല്ല. ഓ